അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ വാർഷിക ദിനം. ഈ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന EMSൻ്റെ പുസ്തകത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ CPIMൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 1975 ജൂൺ 25 ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് നിർദ്ദേശിച്ചത് അനുസരിച്ച് അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് അനൗപചാരിക നിലയിലാണെങ്കിലും പിൻവലിച്ചത് 1977 ജനുവരിയിൽ ലോക്സഭയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ്. അതും 19 മാസങ്ങൾക്ക് ശേഷം. പ്രസിഡന്റിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നടത്തുന്നതെങ്കിലും ഫലത്തിൽ പട്ടാള ഭരണത്തോടടുക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണവ്യവസ്ഥയാണ് ഈ ദീർഘകാലത്ത് നിലനിന്നിരുന്നത്. വളരെ രഹസ്യമായാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തന്നെ. ഇത് സംബന്ധിച്ച് പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭയുടെ യോഗം വെളുപ്പാങ്കാലത്താണ് കൂടിയത്. ആ നിമിഷം വരെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും വിവരം അറിഞ്ഞിരുന്നില്ല. എന്നാൽ രാജ്യവ്യാപകമായി പ്രതിപക്ഷ നേതാക്കളെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിൻ്റെ വാർത്തയും അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും ഒരുമിച്ചാണ് ജനങ്ങൾക്ക് കിട്ടിയത്. തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരിലും MLA-മാരിലും അറസ്റ്റിന് ഇരയാകാത്തവർക്ക് സഭയിൽ പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതടക്കം ജനങ്ങളുടെ എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും എടുത്തു കളയുന്ന ഉത്തരവുകളും പാസാക്കിയിരുന്നു. കൂടാതെ പത്രങ്ങളിൽ എന്ത് പ്രസിദ്ധീകരിക്കാം, എന്ത് പ്രസിദ്ധീകരിച്ചുകൂടാ എന്നെല്ലാം നിർദ്ദേശിക്കുന്ന ഉത്തരവുകൾ അവ നടപ്പാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സെൻസറിങ് ഉദ്യോഗസ്ഥന്മാർ എന്നിവയിലൂടെ പത്രസ്വാതന്ത്ര്യം തികച്ചും അപഹരിക്കപ്പെട്ടു. പാർലമെൻറ്റിലും നിയമസഭകളിലും നടത്തുന്ന പ്രസംഗങ്ങൾ പോലും സെൻസറിങ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി കൂടാതെ പ്രസിദ്ധീകരിച്ചുകൂടെന്ന ഉത്തരവും വന്നു. ചുരുക്കത്തിൽ ഔപചാരികമായി ഭരണം പട്ടാളത്തെ ഏൽപ്പിച്ചിട്ടില്ലെന്നതൊഴിച്ചാൽ രാജ്യവ്യാപകമായ പട്ടാള ഭരണത്തിൻ്റെ അന്തരീക്ഷമാണ് അന്ന് നിലനിന്നിരുന്നത്. ഇത് വ്യാപകമായ ജനാധിപത്യ ധ്വംസനം നടത്തുന്നതിന് ഒരു ഇടതുപക്ഷ ഛായ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം 20 പരിപാടികളാണ് പിന്നീട് 20 പരിപാടികൾ പ്രഖ്യാപിച്ചു. ഇത് വളരെ വിഖ്യാതമായിട്ട് അറിയപ്പെടുകയും ചെയ്തു. കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ മുതലായ പാവപ്പെട്ടവരെ രക്ഷിക്കുന്ന ഒന്നാണ് തൻ്റെ ഗവൺമെൻറ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് ഈ പരിപാടിയിൽ അടങ്ങിയിരുന്നത്. കൂടാതെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന സമുന്നത നേതാക്കളെ അറസ്റ്റിൽ നിന്നും ഒഴിവാക്കി. വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടികൾക്ക് മാത്രം എതിരായിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമെന്ന പ്രതീതി വരുത്തുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ്യം. അതേ അവസരത്തിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗത്തെ ജയിലിലടച്ച് സാധാരണഗതിയിലുള്ള പാർട്ടി പ്രവർത്തനം അസാധ്യമാക്കി തീർക്കാനും അവർ വേണ്ടതെല്ലാം ചെയ്തു. ഇന്ത്യയിൽ CPIയും വെളിയിൽ സോവിയറ്റ് നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രധാനമന്ത്രിയുടെ ഈ അവകാശവാദത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുകയല്ല, വളർന്നു വരുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തതെന്ന രീതിയിലായിരുന്നു ഇന്ത്യയിൽ CPIയുടെ അന്നത്തെ പ്രചാരവേല. അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി
ഫാസിസത്തിലേക്ക് നീങ്ങുന്ന വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളുടെ ചേരിയിൽ അണിനിരക്കുകയാണെന്ന അവരുടെ ആരോപണത്തിന് ഇതായിരുന്നു അടിസ്ഥാനം. ബീഹാറിലെ പാറ്റ്ന നഗരത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ റാലിയുടെ ഈ പ്രചാരവേലയ്ക്ക് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു പരത്താനും അവർക്ക് കഴിഞ്ഞു. സർവശക്തരായി അവരോധിച്ചിരുന്ന സെൻസറിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ മറ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കരുതേക്കുന്നതിന് പറ്റുന്ന പല കിംവദന്തികളും പ്രചരിപ്പിക്കാൻ സ്വന്തം പത്രങ്ങളുടെ സ്ഥലം അവർ സമർത്ഥമായി ഉപയോഗിച്ചു. അവയ്ക്ക് മറുപടി പറഞ്ഞ് സത്യം വെളിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയുകയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്ര നാണംകെട്ട രീതിയിൽ ഔദ്യോഗിക പിൻബലത്തോടെ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഇതിനു മുമ്പ് ഇവർ സംഘടിപ്പിച്ചത് ചൈന ആക്രമണ കാലത്താണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന രീതിയാകെ പുനഃസംവിധാനം ചെയ്യേണ്ടിയിരുന്നു. ഇത് സംബന്ധിച്ച പല വിഷമ പ്രശ്നങ്ങളും ഉയർന്നു വന്നു. സെൻസറിങ് ഉദ്യോഗസ്ഥരുടെ സൂക്ഷ്മ ദൃഷ്ടിക്ക് കീഴിൽ നടത്തേണ്ട പത്രം തുടരുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? പാർലമെൻറ്റിലും നിയമസഭകളിലും നടത്തുന്ന പ്രസംഗം പാർട്ടിയുടേത് അടക്കമുള്ള ഒരു പത്രത്തിലും വരാതിരിക്കുന്ന സ്ഥിതിയിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ നടപടികളിൽ പങ്കെടുക്കുന്നതിന് അർത്ഥമുണ്ടോ? അറിയപ്പെടുന്ന നേതാക്കളെ മാത്രം പേരിന് വെളിയിൽ നിർത്തുമ്പോൾ തന്നെ അവരുടെ പ്രവർത്തനം മരവിപ്പിക്കുക, മറ്റ് സഖാക്കളിൽ വലിയൊരു വിഭാഗത്തെ ജയിലിൽ അടയ്ക്കുക എന്ന തന്ത്രം നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിയമവിധേയ പ്രവർത്തനത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഈ പ്രശ്നങ്ങളെല്ലാം പാർട്ടിയുടെ മുമ്പിൽ വന്നു. ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ സെൻട്രൽ കമ്മിറ്റിയുടെ യോഗം ചേരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പതിവ് പോലെ എല്ലാ മെമ്പർമാരും ഒരേ സ്ഥലത്ത് സമ്മേളിച്ചുകൊണ്ടും പരസ്യമായും യോഗം നടത്തുന്നത് ആപൽക്കരമായിരുന്നു. കമ്മിറ്റി മെമ്പർമാരിൽ തന്നെ നല്ലൊരു വിഭാഗത്തെ ജയിലിലാക്കാൻ ഗവൺമെൻറ്റിന് അവസരം നൽകുകയേ അത് ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരെ രണ്ടായി വിഭജിച്ച് ഒരു യോഗം തെക്കേ ഇന്ത്യയിലും മറ്റേത് വടക്കേ ഇന്ത്യയിലും നടത്തി. രണ്ടിലും പങ്കെടുക്കുന്നവരിൽ ഒരു വിഭാഗം പരസ്യമായി നിയമവിധേയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ മറ്റൊരു വിഭാഗം അറസ്റ്റിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒളിവിലിരുന്ന് പ്രവർത്തിക്കുകയായിരുന്നു. രണ്ട് യോഗങ്ങളും ചർച്ച ചെയ്യുന്നതിന് കരട് രേഖകൾ തയ്യാറാക്കി വിതരണം നടത്തുകയും ചെയ്തു. അടിയന്തരാവസ്ഥയെ വിലയിരുത്തേണ്ടത് എങ്ങനെയെന്ന മുഖ്യ പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടിയിരുന്നത്. ഇതിലാകട്ടെ ഇതിനു മുമ്പ് വിവരിച്ച അഭിപ്രായ വൈരുദ്ധ്യം പ്രകടമാകുകയും ചെയ്തു. ബൂർഷ്വാ ജനാധിപത്യ അവകാശങ്ങൾ ഇനി പുനഃസ്ഥാപിക്കുന്ന കാര്യം അപ്രായോഗികമാണ്. അതുകൊണ്ട് പാർട്ടിയാകെ നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കണം. അതിന് അറിയപ്പെടുന്ന പാർട്ടി നേതാക്കളും പ്രവർത്തകരുമാകെ ഒളിവിൽ പോകണം. ഇതാണ് ഒരഭിപ്രായം. ഇതിനെതിരെ നിയമവിധേയ പ്രവർത്തനത്തിന് ഇന്ന് നിലവിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ തന്നെ നിയമവിരുദ്ധ സംഘടനയുടേതായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക കൂടി വേണമെന്ന അഭിപ്രായം വന്നു. രണ്ടാമത്തതിനാണ് സെൻട്രൽ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടിയത്. ഇതിൻ്റെ അർത്ഥം പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള കേരളം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ പൗരസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള സമരം നടത്തുന്നതിൽ അറിയപ്പെടുന്ന നേതാക്കൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്നതിൻ്റെ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തണം. അവർ ഒളിവിൽ പോകരുത് എന്നായിരുന്നു AKG പാർലമെൻറ്റിൻ്റെയും EMS കേരള നിയമസഭയുടെയും വേദി ഉപയോഗിച്ച് അടിയന്തരാവസ്ഥയുടെ തൊലിയുരിച്ച് കാണിക്കുന്ന പ്രസംഗങ്ങൾ നടത്തണം. അർദ്ധ ഫാസിസ്റ്റ് ഭീകരത നിലവിലിരുന്ന ബംഗാളിലെ നിയമസഭ ഇതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയില്ല. എന്നാൽ ബംഗാളിൽ നിന്നുള്ള MPമാരിൽ അറസ്റ്റിൽപ്പെടാതെ വെളിയിൽ നിൽക്കുന്നവർ AKGയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റിൻ്റെ വേദിയിൽ ചെയ്യാവുന്ന പ്രവർത്തനം പരമാവധി ചെയ്യണം. ഇതായിരുന്നു ധാരണ. ഈ വേദികളിൽ നടത്തുന്ന പ്രസംഗങ്ങൾ
പത്രങ്ങളിൽ വരികയില്ലെന്നത് നേരാണ്. എന്നാൽ മറ്റു തരത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന് AKGയുടെ ലോകസഭാ പ്രസംഗങ്ങൾ കോപ്പിയെടുത്ത് രഹസ്യമായി വിതരണം നടത്തിയിരുന്നു. EMS അടിയന്തരാവസ്ഥയുടെ പ്രയോഗം തുറന്നു കാണിക്കുന്ന കത്തുകളും പ്രസ്താവനകളും എഴുതി ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തു. അവയ്ക്ക് പരിമിതമായ തോതിലെങ്കിലും പ്രചാരം കിട്ടിയിരുന്നു. ബംഗാളിലും അവിടുത്തെ സ്ഥിതിക്കൊത്ത് നടന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബസു എന്നീ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വെളിയിൽ നിന്ന് പ്രവർത്തിച്ചു. എന്നാൽ ബംഗാളും കേരളവുമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി സംഘടനയുടെ ഒരു വിഭാഗം ഒളിവിൽ തന്നെയായിരുന്നു. അവരും വെളിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരും തമ്മിൽ തുടർച്ചയായി നടക്കുന്ന ചർച്ചകളിലൂടെ മാത്രമേ പാർട്ടിയുടെ നയസമീപനവും പ്രായോഗിക പരിപാടികളും ആവിഷ്കരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് പോലീസിൻ്റെയും CPI അടക്കം രാഷ്ട്രീയ എതിരാളികളുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് വേണമായിരുന്നു. അങ്ങനെ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും സംഘടനകളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുകയെന്ന മുഖ്യ പ്രശ്നം പാർട്ടിയുടെ മുമ്പിൽ വന്നു. ഒരതിരുവരെ സമർത്ഥമായി തന്നെ ഈ ജോലി നടത്താൻ കഴിഞ്ഞുവെന്ന് ഇതിൽ സജീവ പങ്കാളിയായിരുന്ന സഖാക്കൾക്ക് കൃതാർത്ഥതയോടെ പറയാൻ കഴിയും. ഈ കാലത്ത് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് 2 നേട്ടങ്ങൾ ഉണ്ടായി. ഒന്നാമത്, JP പ്രസ്ഥാനം രൂപപ്പെട്ടതു മുതൽ വളർന്നു വന്നിരുന്ന പ്രതിപക്ഷ ഐക്യവും അതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള സ്വതന്ത്ര നിലപാടും കുറേ കൂടി ശക്തിപ്പെട്ടു. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് നേരിടാൻ വേണ്ടിയുണ്ടാക്കിയ പ്രതിപക്ഷ ഐക്യം തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപം കൊണ്ട ജനതാ ഗവൺമെൻറ്റിനോട് പാർട്ടി അംഗീകരിച്ച സമീപനം. പിന്നീട് ജനത തകരാൻ തുടങ്ങിയപ്പോൾ അതിലെ 2 വിഭാഗങ്ങളോടും ഒട്ടുനിൽക്കാതെ പാർട്ടി എടുത്ത സ്വതന്ത്ര നിലപാട്, ഇതെല്ലാം അടിയന്തരാവസ്ഥക്കാലത്ത് പാർട്ടി അംഗീകരിച്ച സമീപനത്തിൻ്റെയും നടത്തിയ പ്രവർത്തനത്തിൻ്റെയും പരിണതഫലം ആണ്. ഇതേപോലെ കൂടുതലോ പ്രാധാന്യമുള്ള മറ്റൊരു നേട്ടം കൂടി ഈ കാലത്ത് ഉണ്ടായി. 1970കളുടെ ആദ്യ വർഷങ്ങൾ തൊട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് അകത്ത് രൂക്ഷമായ അഭിപ്രായ ഭേദം ഉരുണ്ടുകൂടിയിരുന്നു. ഇത് സംബന്ധിച്ച് യോജിച്ചോ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലോ തീരുമാനങ്ങളെടുക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരെ കഴിഞ്ഞിരുന്നില്ല. അടിയന്തരാവസ്ഥയെ വിലയിരുത്തുന്ന കാര്യത്തിൽ പോലും ഇത് ശക്തിയായി പ്രതിഫലിച്ചിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഒളിവിലും തെളിവിലുമുള്ള സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ തമ്മിൽ നടന്ന സവിസ്തരമായിട്ടുള്ള ചർച്ചയെ തുടർന്ന് ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ വ്യക്തമായി. ഇനി നീട്ടിക്കൊണ്ടു പോകാതെ ഭൂരിപക്ഷ അഭിപ്രായം നടപ്പിൽ വരുത്തുവാൻ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചു. ന്യൂനപക്ഷ അഭിപ്രായക്കാരനായിരുന്ന ജനറൽ സെക്രട്ടറി സുന്ദരയ്യ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനം രാജിവെച്ചിരുന്നു. ആ സ്ഥാനത്തേക്ക് നിയമിതനായ EMSഉം മറ്റ് ചില സഹാക്കളും ചേർന്ന് ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള ഒരു പാർട്ടി കേന്ദ്രം ഡൽഹിയിൽ തുറന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ സംഘടിപ്പിക്കാവുന്നത്ര വ്യാപകമായ പൊതുജനാഭിപ്രായം അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആദ്യത്തെ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൻ്റെ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു: പൗരസ്വാതന്ത്ര്യങ്ങളും ജനാധിപത്യ അവകാശങ്ങളും വീണ്ടെടുക്കുന്നതിൻ്റെ സാധ്യത അങ്ങേയറ്റം വിരളമാണ്, മിക്കവാറും ഇല്ലെന്ന് തന്നെ പറയാം. ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമുണ്ടായിരുന്നുവെങ്കിലും അറിയപ്പെടുന്ന സമുന്നത നേതാക്കളിൽ ഒരു വിഭാഗം നിയമവിധേയമായി തന്നെ പ്രവർത്തിക്കണമെന്നായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശം. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ സാധ്യത വിരളമാണെന്ന നിലപാടിനെ പിന്നീട് സെൻട്രൽ കമ്മിറ്റി തന്നെ ജലന്ധർ കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച പ്രമേയം വിമർശന റിപ്പോർട്ടിൽ ഉണ്ട് തെറ്റായിരുന്നുവെന്ന് സമ്മതിച്ചു. ഈ തെറ്റായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തനം നടത്തേണ്ടതെന്നാണ് സമാധാനത്തിന് വക നൽകുന്നത്. അടിയന്തരാവസ്ഥ എന്ന കാളരാത്രിയിൽ പോലും നടത്താൻ കഴിയുന്ന നിയമവിധേയ പ്രവർത്തനത്തിൻ്റെ സാധ്യത
പരമാവധി പ്രയോഗത്തിൽ വരുത്താനാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചത്. നയപ്രഖ്യാപനവും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വ്യത്യാസത്തിനുള്ള കാരണങ്ങളിൽ ഒന്നാകട്ടെ രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘട്ടനം ആയിരുന്നതാനും. ന്യൂനപക്ഷ ചിന്താഗതിയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന രാഷ്ട്രീയ വിലയിരുത്തൽ, ഭൂരിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ചുള്ള പ്രവർത്തനം, ഇതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്നതെന്ന് അർത്ഥം.